ഹലോ ഗൈസ്, വെൽക്കം ടു 3 AGS ട്രാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ വായിച്ചു കാണുമല്ലോ അല്ലേ? വീട് ക്ലീൻ ആക്കാനുള്ള 3 ടിപ്സുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. വീട് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ടാസ്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ താമസിക്കുന്ന ഇടം നമ്മൾ നല്ല വൃത്തിയായിട്ടും ക്ലീൻ ആക്കി നിന്നാൽ തന്നെ, അത് കണ്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള 3 ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ റിമൂവ് അൺവാണ്ടഡ് തിങ്സ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും നമ്മൾ ഒഴിവാക്കാൻ മടിക്കുന്ന കുറേ സാധനങ്ങൾ അല്ലേ? ചിലവർ അത് കൂട്ടി വെക്കും. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ തന്നെ പഴയതൊക്കെ ആണെന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് നമ്മൾ അളമാരി ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ കാണാം. അല്ലെങ്കിൽ വീടിൻ്റെ അടുക്കളയിൽ പോയിട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒരു മാസമായിട്ട് എടുക്കാത്ത, ചിലപ്പം വർഷങ്ങളായിട്ട് തന്നെ എടുക്കാത്ത കുറേ ഡ്രസ്സുകളും പാത്രങ്ങളും ഒക്കെ നമ്മളെ വീട്ടിൽ കാണും. നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മനസ്സാണ് സംഭവം. എല്ലാവർക്കും ഉണ്ടാവും. അത് നമുക്ക് കളയാനുള്ളൊരു മനസ്സ് ചിലവർക്ക് ഉണ്ടാവില്ല. അതൊക്കെ കളയാൻ നമുക്ക് മനസ്സുണ്ടാവില്ല. ആ മനസ്സാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം ഡ്രസ്സ് തന്നെ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മൾ ഇപ്പം കുറച്ച് തടിയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെലിയുമല്ലോ, അപ്പം നമ്മൾ ഈ ഡ്രസ്സ് പാകാമെന്ന് വെച്ചിട്ട് അത് അളമാരിൻ്റെ ഉള്ളിൽ വർഷങ്ങളായി ഇങ്ങനെ എത്രയോ കൊല്ലങ്ങളായി നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അത് നമുക്ക് കളയാനുള്ളൊരു മനസ്സിങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ആ മനസ്സാണ് കേസ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫസ്റ്റ് കടമ്പ. ഇനി നമ്മൾ അടുക്കളയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ കാണാം പാത്രങ്ങൾ. ആ പാത്രങ്ങളൊക്കെ പഴയത്, നമ്മൾ വർഷങ്ങളോളം കൂട്ടി അതിൻ്റെ ഉള്ളിൽ ഇതുവരെ എടുക്കാണ്ട് വെച്ച കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം കുറേ എക്സ്ചേഞ്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം. എവിടെയെങ്കിലും പാത്രക്കടയിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ആക്രി കടയിലെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക. നമ്മളെ വീട്ടിലിങ്ങനെ വെച്ച് കുത്തഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെ സ്ഥലം വേസ്റ്റ് ആവുന്നല്ലാണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ സ്പേസ് കിട്ടും. അപ്പം നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഉള്ള സാധനങ്ങൾ നമ്മൾ അടുക്കി പെറുക്കി വെക്കുക. അതായത് നമ്മളെ ഹസ്ബൻഡിൻ്റെ വേറെ, നമ്മളത് വേറെ, കുട്ടികളത് വേറെ, അങ്ങനെ തന്നെ അടുക്കി പെറുക്കി വെക്കുക. ഡെയിലി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വിധത്തിൽ വെക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്നത്, അല്ലെങ്കിൽ പുറമേക്ക് പോകുന്ന ഡ്രസ്സ്, അതൊക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വെക്കാം. പാത്രങ്ങളാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന, ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് ഏതെങ്കിലും സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലോ നമ്മൾ കാണാത്ത വിധത്തിൽ വെക്കാം. ഡ്രസ്സൊക്കെ ഓരോരുത്തരുത് ഓരോ സൈഡിൽ അടുക്കി വെക്കാൻ നോക്കുക. അപ്പം നമ്മളെ മൂന്നാമത്തെ ടിപ്സിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ നമ്മളെ കടമ്പ എന്താ? ഇത് കുറച്ച് ഭയങ്കര ഒരു മൂന്നാമത്തെ കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടമ്പ കിടക്കന്നെ വേണം. കാരണം അത് കുറച്ച് നമുക്ക് വിമർശനങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ട്. കാരണം എടുത്തടുത്ത് തന്നെ വെക്കണം എന്ന് പറയാം. ഇപ്പം നമ്മളെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അവർ കേൾക്കാൻ ഇടയില്ല. പിന്നെ നമ്മൾ മെല്ലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേട്ടോളും. ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഷൂ ഒക്കെ ആദ്യം തന്നെ വലിച്ചെറിയും, ബാഗൊക്കെ വലിച്ചെറിയും. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ആ ഷൂ അവിടെ കൊണ്ടുവെക്കും, നമ്മൾ തന്നെ ആ ബാഗ് അവിടെ കൊണ്ടുവെക്കും. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് നമ്മളൊന്ന് സോപ്പിട്ട് പറഞ്ഞു നോക്കാം, മോനെ എടുത്തോന്ന് അതൊന്നും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താടാ മോനെ, എന്താടാ കുട്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ തന്നെ കൊണ്ടുവച്ചോളും. അപ്പം കുട്ടികളോട് മാത്രമല്ല മുതിർന്നവരോടും ഇത് പറയാം. എടുത്താൽ എടുത്തോടത്തിൽ വെക്കണം. നമ്മളെ ഒരു പണിയൊന്നും കുറയും. ഇത് രാവിലെ തന്നെ എല്ലാവരും ഇങ്ങോട്ടിട്ട് പോകുമ്പോൾ നമ്മളേക്കും നമ്മളൊരു ജീവനല്ലേ, നമ്മൾക്കും എന്താ പറയുക, കുറേ പണികളൊക്കെ നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പം നമ്മൾ ഈ 3 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും കുറേ ടിപ്സുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം നമ്മൾ 3 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ റിമൂവ് ദ അൺവാണ്ടഡ് തിങ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർഗനൈസ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ എടുത്തോടത്തിൽ വെക്കുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നു. ബൈ ബൈ.